ഹായ് ഹലോ. അപ്പം നിങ്ങളെല്ലാവരും ഓണത്തിന് റെഡി ആയി കഴിഞ്ഞു. അപ്പം ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നാളെ അത്തമല്ലേ. അപ്പം ഞങ്ങൾ തലേന്ന് തന്നെ പൂവിടാനുള്ള തറയൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാ കൊല്ലം ഇങ്ങനെ തന്നെ കേട്ടോ ചെയ്യാറ്. നമുക്ക് ലാസ്റ്റ് തിരുവോണത്തിൻ്റെ അന്ന് തൃക്കാക്കരപ്പന വെക്കാനായിട്ട് തറ ആവശ്യമുണ്ട്. അപ്പം ഞങ്ങളതെന്താണെങ്കിലും ഓണത്തിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ ചെയ്യും. പിന്നെ നമ്മുടെ ഫുള്ള് കട്ട വരിച്ചേക്കണതിൻ്റെ പേരിൽ വരയ്ക്കാനും ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതിൻ്റെ പേരിൽ നമ്മളിതിനകത്ത് മണ്ണ് നിറച്ച് അങ്ങനെ തറ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്യാറ്. പക്ഷേ മണ്ണ് നമ്മുടെ വീട്ടിലില്ല. നമ്മൾ എല്ലാ കൊല്ലം ഒരു ചാക്ക് മണ്ണ് എപ്പോഴും കരുതി വെക്കാറാണ്. അപ്പോൾ ഇത് നമ്മുടെ അമ്മാമ്മ ഇപ്രാവശ്യം പണി പറ്റിച്ച്. അമ്മൂമ്മ അത് വേറെ കാര്യത്തിന് വേണ്ടി എടുത്ത്. അപ്പം ഞങ്ങൾ പതിയെ നടന്ന് എൻ്റെ കൂട്ടുകാരൻ്റെ വീടുണ്ട്. അപ്പോൾ അവൻ്റെ വീട്ടിലോട്ട് പോകണതാണ്. എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ ഓടി ഞങ്ങൾ ആദ്യം ചെല്ലണത് അവിടെയാണ്. അവിടെ പറമ്പായതുകൊണ്ട് മണ്ണിന് ക്ഷാമമൊന്നുമില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ മണ്ണെടുക്കാൻ വേണ്ടി പോയപ്പോഴേക്കും നമ്മുടെ അക്കുക്കുട്ടനാണെങ്കിൽ നിക്കറ് മറിച്ചാണ് ഇട്ടേക്കണേ. അപ്പോൾ അവൻ അതും പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കാല്ലേ അവൻ വന്ന്. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടേ മണ്ണ് കുറച്ച് ബ്ലാക്ക് കളറാണ്, കുറച്ച് പശപ്പുണ്ട്. ഞാനപ്പോൾ അത് എടുക്കണോ വേണ്ടേന്ന് ഇങ്ങനെ ഞങ്ങൾ തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എടുക്കാനായിട്ടൊരു ഒരു മടി പോലെ ആയിട്ട് ഇങ്ങനെ നിൽക്കണം. തൊട്ട് നോക്കിയപ്പോഴത്തേക്കും ശരിയാണ്, അതിനൊരു ബ്ലാക്ക് കളറും. അതെങ്ങനെ തറയിൽ കൊണ്ടുവന്ന് ഇടും. അതിൻ്റെ പേരിൽ ഞാനത് എടുത്തില്ല. അപ്പോൾ അവൻ പറഞ്ഞ് നമ്മളോട് അപ്പുറത്തുണ്ട്, നമുക്ക് അവിടെ പോയി നോക്കാമെന്ന്. അവിടെ പോയി നോക്കിയപ്പോഴത്തേക്കും നല്ല മണ്ണാണ്, നമ്മുടെ ചരല് പോലത്തെ മണ്ണാണ്. അങ്ങനെ ഞാൻ ശിവതയും കൂടി മണ്ണ് വാരാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ അതിൻ്റെ ഇടയിൽ കൂടി ഒരു ചെറിയ കളിയും കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പണ്ട് മണ്ണ് വാരി ഉണ്ടാക്കിയ കാര്യമൊക്കെ ഞാൻ കൊച്ചിനോട് പറയായിരുന്നു. പക്ഷെ നമ്മുടെ അക്കു കള്ളനായിട്ട് അവൻ അവിടെ വന്നിട്ട് വെറുതെ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ മൊത്തം പറമ്പ് പോലത്തെ ഒരു പറമ്പ് മീൻസ് പുല്ലി അതിൻ്റെ ഇതായതുകൊണ്ട് അവൻ അവിടെ ഓടിക്കളിക്കുകയാണ്. ഒരു കണക്കിന് ഞാൻ ആ ചാക്ക് പൊക്കിയിട്ട് വീട്ടിലെത്തിച്ച് പണ്ടത്തെ പോലെ വെയിറ്റൊന്നും ചുമക്കലില്ലേ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമ്മൾ ആ വെയിറ്റൊക്കെ സഹിച്ച് കൊണ്ടുപോയി, കാരണം ഓണത്തിന് വേണ്ടിയല്ലേ. അങ്ങനെ ഞാൻ പിള്ളേരും കൂടി അവിടെ നിന്ന് നടന്ന് വീട്ടിലോട്ട് പോയി. ആ മണ്ണ് അങ്ങോട്ട് ആ തറയിലോട്ട് തട്ടിയിട്ടിട്ട് പിള്ളേർക്ക് മണ്ണ് കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ, അവർക്ക് മണ്ണ് കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ല. ഒന്ന് കൈയൊക്കെ ഇട്ട് ഇങ്ങനെ ആക്കണേണ്. അപ്പം ഞാനപ്പോൾ പിള്ളേരോട് പറയായിരുന്നേ, ഞങ്ങൾ പണ്ട് ഇങ്ങനെ മണ്ണൊക്കെ എടുത്ത് കളിക്കുമ്പോൾ അതിനകത്ത് പൂച്ചയുടെ കാഷ്ടം, ഒരു പൂച്ചക്കാഷ്ടം ഉണ്ടാവാറുണ്ട്. അപ്പം അതിങ്ങനെ ഉണ്ട പോലെയൊക്കെ ഉണ്ടാവും. അപ്പം ഞാനപ്പോൾ അത് പറഞ്ഞപ്പോൾ അവർക്കൊരു മടി പോലെ. പിന്നെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല പിള്ളേർ. ഇപ്പോഴത്തെ പിള്ളേരെങ്ങനെയാണ്, അതൊക്കെ ഇങ്ങനെ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ അവർക്കും അറിയില്ല. അപ്പം ഞാൻ കൊച്ചിനോട് പറഞ്ഞു, കുറച്ച് വെള്ളം എടുത്തുകൊണ്ടാണ് നമുക്കിതിനകത്ത് തളിച്ചിട്ടൊന്ന് ഇരിക്കണ്ടേ, മണ്ണിരുന്നാലല്ലേ അത് ശരിയാവുള്ളൂ. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇനി ഒരു മഴയൊക്കെ ഉണ്ടെങ്കിൽ ഒരു മഴ പെയ്യുമ്പോഴത്തേക്കും പിന്നെ ഒന്നും കൂടി അത് കുളവും. അതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞു കുറച്ച് വെള്ളം എടുത്തുകൊണ്ടാണ് നമുക്കതൊന്ന് അടിച്ച് പരത്തി റെഡിയാക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശിവതയെ നമ്മുടെ കൂടെ കൂടി. ശിവതയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ അക്കു ഭയങ്കര മടിയാണ്. അവൻ്റെ ഇടയിൽ കൂടി വന്നവൻ ഇടയിൽ കൂടി സ്കിപ്പടിച്ച് പോണേണ്. അങ്ങനെ നമ്മൾ തറ റെഡിയാക്കി കഴിഞ്ഞ് തറയുടെ ഒരുവിധം അതിനകത്തുള്ള ചെറിയ പുല്ലൊക്കെ നമ്മൾ എടുത്ത് മാറ്റി. അപ്പം എന്തായാലും നമ്മുടെ തറ നാളത്തേക്കുള്ള അത്തത്തിന് വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞ്. അപ്പം ഇതാണ് നമ്മുടെ തറ.